115 സങ്കീർത്തനം അതിൻ്റെ 12 തിരുലിഖിതം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വിചാരിക്കുന്നതും മനുഷ്യർ വിചാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരാളെ ഓർത്തു അല്ലെങ്കിൽ കർത്താവ് ഒരാളെക്കുറിച്ച് വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നടപ്പിലാക്കി എന്നാണ് അതിനർത്ഥം. ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് പോകണം. അവിടെ 1-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കാം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും കർത്താവ് ഓർത്ത ആ സമയം, കർത്താവ് അവരെക്കുറിച്ച് വിചാരിച്ച ആ സമയം മുതൽ അവിടെ മഹാമാരി എന്നേക്കുമായിട്ട് നിൽക്കുകയാണ്. ആ ജലപ്രളയം അവിടെ ഇല്ലാതാകുന്ന അടയാളങ്ങൾ അവിടെ കാണിക്കുകയാണ്. കർത്താവ് നമ്മെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു എന്നർത്ഥം. ഇനി നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വിചാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരെക്കുറിച്ചും കർത്താവ് ഓർക്കില്ല, എല്ലാവരെക്കുറിച്ചും കർത്താവ് വിചാരിക്കില്ല. അപ്പോൾ കർത്താവ് വിചാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ മനുഷ്യനുണ്ടാകണം. നോഹയെ ഇതുപോലെ ഓർക്കാനുള്ള ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് നോഹയെ ഓർത്തത്? ആ ഓർക്കാനുള്ള കാരണം, അല്ലെ നോഹയെക്കുറിച്ച് കർത്താവ് വിചാരിക്കാനുള്ള കാരണം, അങ്ങനെ വിചാരിച്ച് നോഹയെയും നോഹയുടെ കൂടെ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും അനുഗ്രഹിക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുലിഖിതത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അവിടെ വചനം പറയാണ്, നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെക്കുറിച്ച് വിചാരിക്കണമെങ്കിൽ, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, നമ്മൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു അവരെക്കുറിച്ചൊക്കെ ദൈവം വിചാരിക്കണമെങ്കിൽ, അവരെ അനുഗ്രഹിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഈ ഗുണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. കറയറ്റ മനുഷ്യനാകുക, നീതിമാനായിട്ടുള്ള വ്യക്തിയാകുക, ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവം നമ്മളെക്കുറിച്ച് വിചാരിക്കും, ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കും. ആ സമയം തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ നമുക്കധികം ചിന്തിച്ച് ആകുലപ്പെടേണ്ടി വരില്ല. ദൈവം നമ്മളെ ഓർത്താൽ നമ്മൾ പിന്നെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. അങ്ങനെ ഒരു ഗതികേട് നമുക്ക് വരത്തില്ല. കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഒരു നേരായ റൂട്ടിലേക്ക് പോവാം. അതായത് വിശുദ്ധിയോടെ നീതിമാനായി കർത്താവിൻ്റെ മാർഗത്തിൽ കറയറ്റ വ്യക്തിയായിട്ട് ജീവിച്ചാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ഓർക്കും. നമുക്ക് പിന്നെ കൂടുതൽ ചിന്തിച്ച് ഓർത്ത് തലപുകച്ച് ജീവിതം കൂടുതൽ അസ്വസ്ഥപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെക്കുറിച്ച് ഓർക്കുവാനും കർത്താവിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് നടക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം ഒരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.